Hello, welcome back. ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 16A. Explain object streams in Java. Explain the role of serializable interface with a suitable code sample. ഓക്കെ, ഫസ്റ്റ് ഇത് നമ്മൾ സീരിയലൈസേഷൻ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് സീരിയലൈസേഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് നമ്മൾ ജാവ ഒബ്ജക്റ്റ് കോഡിനെ ബൈറ്റ് സ്ട്രീമിലോട്ട് മാറ്റുന്നതാണ് സീരിയലൈസേഷൻ. ഓക്കെ, ഡീസീരിയലൈസേഷൻ മീൻസ് that means to transfer the object code from one Java version to another. പിന്നെ റീക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡീസീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാവൽ ഒബ്ജക്റ്റ് സ്ട്രേറ്റ് ഓൺ ദ നെറ്റ്വർക്ക് വിച്ച് ഇസ് നോൺ ആസ് സ്മാർട്ട് ഷെല്ലിംഗ്. ഓക്കെ, ഒബ്ജക്റ്റിനെ സ്ട്രീം ആക്കുന്നതിന് സീരിയലൈസേഷൻ, തിരിച്ച് ഒബ്ജക്റ്റ് ആക്കുന്നതിന് ഡീസീരിയലൈസേഷൻ. അപ്പോൾ ഇതിൽ രണ്ട് മെത്തേഡ്സാണുള്ളത്. രണ്ട് ക്ലാസ്സസ് ഉണ്ട്. ആദ്യം ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ്സും ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം ക്ലാസ്സും. ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് യൂസ്ഡ് ടു റൈറ്റ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ആൻഡ് ജാവ ഒബ്ജക്ട്സ് ടു ആൻ ഔട്ട്പുട്ട് സ്ട്രീം. ഇനി ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഡീസീരിയലൈസസ് ഒബ്ജക്ട്സ് ആൻഡ് പ്രിമിറ്റീവ് ഡേറ്റ റിട്ടേൺ യൂസിങ് an object output stream. Okay, and different input methods and ഔട്ട്പുട്ട് മെത്തേഡ്സ് ഉണ്ട്. സിമിലർലി ഡിഫറെൻറ്റ് ഇൻപുട്ട് മെത്തേഡ്സും ഉണ്ട്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് ഇവിടെ നമുക്കറിയാം പെർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് കൊടുത്തു. അതിൻ്റെ അകത്ത് ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് സ്റ്റുഡൻറ്റ് S1 ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ അകത്ത് രണ്ട് വേരിയബിൾസ്, അതായത് 2, 1, 12 റിവ്യൂന്നും കൊടുത്തു. ഇവിടെ ഞാനൊരു സ്ട്രീം ഒരു ഒബ്ജക്റ്റിനെ റൈറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എഫ് ഔട്ട് ഇസ് ഈക്വൽ ന്യൂ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം. എഫ് എന്ന് പറഞ്ഞ ഫയൽ ഔട്ട് അത് റൈറ്റ് ചെയ്യാണ്. ഇനി ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ഔട്ട് ഇസ് എ ന്യൂ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം, അതായത് ഈ ഫയൽ ഔട്ട് ഞാൻ റൈറ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ആ ഫയൽ ഔട്ട് റൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഞാൻ ക്ലോസ് ചെയ്തു. പ്രിൻ്റ് സക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ഇവിടെ എന്താണ് ചെയ്യുന്നത്? വി ആർ സേവിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഫയൽ. നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് f.txt എന്ന് പറഞ്ഞ ഫയലിലോട്ട് സേവ് ചെയ്യാണ്. കാരണം f.txt എന്ന ഫയലിലോട്ട് നമ്മുടെ ഈ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റസ് അതിലോട്ട് റൈറ്റ് ചെയ്യാണ്. അതാണ് ഈ ഒരു പ്രോഗ്രാം കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ജാവ സീരിയലൈസേഷൻ എന്താണെന്നും അതൊരു കോഡ് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഇതാണ്. വേറൊന്നുമില്ല, ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ്, അതായത് ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് നമ്മൾ ഒരു ഫയലിലോട്ടാണ് റൈറ്റ് ചെയ്യുന്നത്. f.txt എന്ന് പറഞ്ഞ ഫയലിലോട്ട് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16B. എക്സ്പ്ലെയിൻ ത്രോസ് ആൻഡ് ഫൈനലി കൺസ്ട്രക്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ജാവ പ്രോഗ്രാം. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ പ്രീവിയസ് നോക്കിയാൽ മതി. പ്രീവിയസ് വീഡിയോസിൽ ഇത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, ഈ ത്രോസ് ആൻഡ് ഫൈനലി. ഓക്കെ, അപ്പോൾ അത് റെഫർ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫൈനലി ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ, ഫൈനലി ബ്ലോക്ക് മീൻസ് ഇപ്പോൾ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു ബ്ലോക്ക് ജനറേറ്റ് ചെയ്യും. ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. 3 കേസസ് ആയിട്ടാണ് നമ്മളത് ഡിവൈഡ് ചെയ്യുന്നത്. ഈ 3 കേസസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്യാത്ത കേസ്. സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്തു എന്നിട്ട് ഹാൻഡിൽ ചെയ്യാത്ത കേസ്. തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്തു എന്നിട്ട് ഹാൻഡിൽ ചെയ്തു. അങ്ങനെ 3 കേസസ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് റെഫർ ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് ഇസ് ജാവ ത്രോ ആൻഡ് ത്രോസ് കീവേഡ്. ഇതും എന്താണെന്ന് അതിൻ്റെ ഡിഫറൻസ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റെഫർ ചെയ്താൽ മതിയാവും. ത്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പ്ലിസിറ്റ്ലി ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് ത്രോ. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് പറഞ്ഞാൽ ത്രോ എക്സെപ്ഷൻ. ഈ ത്രോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സെപ്ഷനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കീവേഡാണ് ത്രോസ്.
ഓക്കെ, അതായത് എന്താണ്, ഒരു പ്രോഗ്രാമറിന് ഒരു ഇൻഫോർമേഷൻ കൊടുക്കും, ഒരു എക്സെപ്ഷൻ, ദെയർ മേ ഒക്കർ ആൻ എക്സെപ്ഷൻ, ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്യാം. സോ ബെറ്റർ ടു പ്രൊവൈഡ് ദ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കോഡ്. അപ്പോൾ വെച്ചാൽ ഡിക്ലെയർ ആൻ എക്സെപ്ഷൻ, there may be a chance for generating an exception, so it is better to provide the exception handling code provide here, so that the normal flow of the execution can be maintained. അതാണ് ത്രോസ് കീവേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്താണ്? റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, ത്രോസ് എക്സെപ്ഷൻ, ക്ലാസ് നെയിം. ഒരു എക്സെപ്ഷന് ഡിക്ലെയർ ചെയ്യാനുള്ള കീവേഡ്. ഓക്കെ, ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ദ ത്രോസ് കീവേഡ്. അപ്പോൾ ഇത് ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ത്രോയും ത്രോസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ത്രോ എന്താണ്? ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡാണ് ത്രോ. ത്രോസ് എന്ന് പറഞ്ഞാൽ ടു ഡിക്ലെയർ ആൻ എക്സെപ്ഷൻ. ഓക്കെ, അപ്പോൾ അത് ചോദിച്ച് ഫസ്റ്റ് want to write the definition, then write the syntax, then example. Okay, moving on to next question. Describe in detail creation of. അപ്പം ഞാൻ നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിലുള്ള ത്രോസ് ആൻഡ് ഫൈനലി നമ്മൾ നേരത്തെ കണ്ട ദാറ്റ് ഈസ് ട്രൈയും ക്യാച്ചും. അപ്പോൾ ഈ പറയുന്ന രണ്ട് ക്വസ്റ്റ്യനും പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവുള്ളൂ. ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഒന്നി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് ത്രോയും ത്രോസും ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ട്രൈയും ക്യാച്ചും, അല്ലെങ്കിൽ എന്താണ് ഫൈനലി എന്ന് മാത്രം ചോദിക്കും. സോ ഈ രണ്ട് ക്വസ്റ്റ്യനും ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയിട്ടേ എക്സാമിന് പോകാവുള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Describe in detail the creation of a thread using runnable interface and the thread class with suitable examples. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് മെക്കാനിസംസ് ആണ്: എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ക്ലാസ്സും ഇംപ്ലിമെൻറ്റിംഗ് ദ റണ്ണബിൾ ഇൻ്റർഫേസും. എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ക്ലാസ്സും ഇംപ്ലിമെൻറ്റിംഗ് ദ റണ്ണബിൾ ഇൻ്റർഫേസും. അപ്പോൾ ആദ്യം നമ്മൾ ത്രെഡ് ക്ലാസ്, ഇപ്പോൾ രണ്ട് മെക്കാനിസംസ് പറഞ്ഞു, ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഒരു ത്രെഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രെഡ് ക്ലാസ് ആണ് നമ്മൾ ത്രെഡ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ കൺസ്ട്രക്ടേഴ്സാണ്? ത്രെഡ് ഉണ്ട്, ത്രെഡ് സ്ട്രിങ്, റണ്ണബിൾ, പിന്നെ ത്രെഡ് രണ്ട് പാരാമീറ്റർ, റണ്ണബിൾ ആറും സ്ട്രിങ് നെയിം. അപ്പോൾ ത്രെഡ് ക്ലാസ് എക്സ്റ്റെൻസ് ഒബ്ജക്റ്റ് ക്ലാസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് റണ്ണബിൾ ഇൻ്റർഫേസ്. ഓർത്ത് വയ്ക്കുക, ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ് വിച്ച് എക്സ്റ്റെൻസ് ആരാണ്? ഒബ്ജക്റ്റ് ക്ലാസ്. അത് ആര് ഇംപ്ലിമെൻറ്റ് ചെയ്യും? റണ്ണബിൾ ഇൻ്റർഫേസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ത്രെഡ് ക്ലാസ് ദാറ്റ് എക്സ്റ്റെൻസ് ഒബ്ജക്റ്റ് ക്ലാസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് റണ്ണബിൾ ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു ത്രെഡിൻ്റെ കേസ് പഠിക്കുമ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുക. റണ്ണും സ്റ്റാർട്ടും. റണ്ണെന്ന് പറഞ്ഞാൽ ഒരു ത്രെഡിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ആര്? മീൻസ് റണ്ണിൻ്റെ എക്സിക്യൂഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് റൺ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് ഒരു ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് മെത്തേഡ് ഇൻവോക്ക് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ബൈ എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ക്ലാസ്. രണ്ട് മെത്തേഡിന് ഫസ്റ്റ് വൺ ഇസ് എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ക്ലാസ്. ത്രെഡ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആ ഒരു മെത്തേഡിൽ ഫസ്റ്റ് വി നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ ക്ലാസ് ദാറ്റ് എക്സ്റ്റെൻസ് എ ത്രെഡ് ആൻഡ് ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ്. ഇതാണ് മെയിൻ പോയിൻറ്റ്. അതായത് വേറൊന്നുമില്ല, അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു ക്ലാസ് എ ദാറ്റ് എക്സ്റ്റെൻസ് ത്രെഡ് ക്ലാസ്, ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം വിച്ച് എക്സ്റ്റെൻസ് ത്രെഡ് ക്ലാസ്. ത്രെഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സാണ്. ഇനി അതിൻ്റെ അകത്ത് റൺ മെത്തേഡിന് വേണ്ടിയിട്ടുള്ള, അതിൻ്റെ അകത്താണ് നമ്മൾ റൺ മെത്തേഡ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ റൺ മെത്തേഡിന് ഇൻവോക്ക് ചെയ്യണം. റൺ മെത്തേഡിന് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ വിളിക്കണം? സ്റ്റാർട്ട്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് നെയിം ഡോട്ട്, ഇപ്പോൾ ത്രെഡ് നമ്മൾ എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ഈ ത്രെഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വേണം ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ത്രെഡ് ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഇസ് ഈക്വൽ ന്യൂ ത്രെഡ് ക്ലാസ് നെയിം. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് എനിക്ക് സ്റ്റാർട്ടിനെ വിളിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇയാൾ ആരെ ഇൻവോക്ക് ചെയ്തോളും? റൺ എന്ന് പറഞ്ഞ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യണം. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ക്ലാസ് മൾട്ടി എന്ന് പറഞ്ഞൊരു പുതിയ ക്ലാസ്സാണ് വിച്ച് എക്സ്റ്റെൻസ് ത്രെഡ് ക്ലാസ്. അതിൻ്റെ അകത്താണ് ഞാൻ എന്ത് കൊടുത്തത്? ഇത് സബ് ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ എന്ത് കൊടുത്തു? റൺ മെത്തേഡ് കൊടുത്തു. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ പ്രിൻറ്റ് ചെയ്തു ത്രെഡ് ഇസ് റണ്ണിങ്. എന്നിട്ട് മെയിൻ്റെ അകത്ത് ഞാൻ എന്താണ്
ഈ പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. മൾട്ടി T1 = ന്യൂ മൾട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് ഞാൻ ഇൻവോക്ക് ചെയ്യാണ്. T1.start എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നോർമലി ഇയാൾ ആരെ പോയി വിളിച്ചോളും, ഇയാളെ പോയി വിളിച്ചോളും. T1.run എന്നാണ് ഞാൻ കൊടുത്തത്, അല്ല, T1.start എന്ന് കൊടുത്താൽ മതി. ഇറ്റ് വിൽ സ്റ്റാർട്ട് ദ എക്സിക്യൂഷൻ ഓഫ് ദ ത്രെഡ്. ആ ത്രെഡിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ടായിപ്പോകും. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് മെത്തേഡ് ഇൻവോക്ക് ചെയ്താൽ നേരെ എവിടെ പോകുന്നു, റണ്ണിലോട്ട്. ഇവിടെ ഞാൻ T1.run എന്നല്ലല്ലോ കൊടുത്തത്, മനസ്സിലായി? ഇതാണ് ബൈ എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ക്ലാസ് വെച്ചിട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് മെത്തേഡ് എന്താണ്, ഇംപ്ലിമെൻറ്റിങ് ദ റണ്ണബിൾ ഇൻ്റർഫേസ്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ഒരു സ്റ്റെപ്സ് എന്താണ്, അവിടുത്തെ സ്റ്റെപ്പ് എന്താണ്, ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം വിച്ച് എക്സ്റ്റെൻഡ്സ് ത്രെഡ് ക്ലാസ്. ഇവിടെയാണെങ്കിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം വിച്ച് ഇംപ്ലിമെൻറ്റ്സ് റണ്ണബിൾ ഇൻ്റർഫേസ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്ത് വേണം റൺ മെത്തേഡ് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഓവർ റൈറ്റ് റൺ മെത്തേഡ് ഇൻ ദ റണ്ണബിൾ ക്ലാസ്. ഈ റണ്ണബിൾ മെത്തേഡ് ഇവിടെ കൊടുക്കണം. അതിന് ജസ്റ്റ് ത്രെഡ് ഇസ് റണ്ണിങ്. ഇനി ഇതെങ്ങനെയാണ് ഇതിനെ ഇൻവോക്ക് ചെയ്യുന്നത്, ഈ പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ? ഈ കേസിലാണ് ഈ ഒരു ക്ലാസ് വെച്ചിട്ട് സ്റ്റാർട്ട് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യും. ഇവിടെയാണെങ്കിലോ സ്റ്റാർട്ട് മെത്തേഡിനെ കോൾ ചെയ്യും. ഇവിടെയാണെങ്കിലോ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് അത് ഞാൻ ക്രിയേറ്റ് ചെയ്യും. അത് മൾട്ടി 3 M1 = ന്യൂ മൾട്ടി 3. എന്നിട്ട് എന്ത് പറ്റും, ഈ പറയുന്ന ഇതിൻ്റെ ഒബ്ജക്റ്റിനെ, ഈ പറയുന്ന റണ്ണബിൾ ഒബ്ജക്റ്റിനെ ത്രെഡ് ക്ലാസ്സിൻ്റെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യണം. മനസ്സിലായോ? അതായത് ഈ റണ്ണബിൾ ഒബ്ജക്റ്റിനെ എവിടെയായിട്ട് പാസ് ചെയ്യണം, ത്രെഡ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറിലോട്ട് നമ്മൾ ത്രെഡ് ക്ലാസ്സിലോട്ട് പാസ് ചെയ്യണം. അതായത് ഇവിടെ M1 = ന്യൂ മൾട്ടി ഇല്ലേ, എന്നിട്ട് എന്ത് ചെയ്യണം, ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ത്രെഡ് T1 = ന്യൂ ത്രെഡ് ഓഫ് M1 എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഇതാണ് ഇങ്ങനെ പാസ് ചെയ്യണം. എന്നിട്ട് എന്താണ് T1.start കൊടുക്കുന്നത്. കാരണം ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്തുള്ള രണ്ട് മെത്തേഡാണ് ഈ സ്റ്റാർട്ടും റണ്ണും എന്ന് പറയുന്നത്. അപ്പോൾ ത്രെഡിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടല്ലേ ഇൻവോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ത്രെഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് T1. അപ്പോൾ T1.start എന്ന് പറയുമ്പോഴത്തേക്കും ത്രെഡ് ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ ത്രെഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ബട്ട് ഈ പറയുന്ന ഇൻ്റർഫേസ്, റണ്ണബിൾ ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ട് രീതിയിൽ എനിക്ക് ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബൈ എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ക്ലാസ് ആൻഡ് ബൈ another method is by implementing the runnable interface. Okay, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ T1.run എന്നല്ല ഞാൻ കൊടുത്തത്, T1.start കൊടുത്താൽ മതി. ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ദ T1.start എന്ന് പറയുമ്പോൾ നേരെ ഇവിടെ പോകും, റൺ മെത്തേഡിൻ്റെ അകത്തുള്ള ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ലിസ്റ്റ് ഇൻ്റർഫേസ്, ലിസ്റ്റ് any exceptions thrown by this method. ലിസ്റ്റ് ഇൻ്റർഫേസസ് എന്നാൽ എന്ത്? ലിസ്റ്റ് ഇൻ്റർഫേസസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, അവിടെ കളക്ഷൻ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് അല്ലേ, കളക്ഷൻ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് ഒരു ക്ലാസ്സസും ഉണ്ട് ഇൻ്റർഫേസസും ഉണ്ടെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഇൻ്റർഫേസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ലിസ്റ്റ് ഇൻ്റർഫേസിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ക്ലാസ്സസും പഠിച്ചു അല്ലേ. ക്ലാസ്സസ് ദാറ്റ് ഇംപ്ലിമെൻറ്റ് ലിസ്റ്റ് ഇൻ്റർഫേസസ് ഏതൊക്കെയാണ്, അറേ ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ്. പക്ഷേ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ജാവ അറേ ലിസ്റ്റ് ക്ലാസ്സാണ്. ഓക്കെ, ലിസ്റ്റ് ഇൻ്റർഫേസ് ആദ്യം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ ഓർഡർ കളക്ഷൻ that allows to store and access elements sequentially. It extends the collection interface. Okay, the classes that implements a list interfaces are array list, linked list, vector stack. നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏത് ക്ലാസ്സാണ്, അറേ ലിസ്റ്റ് ക്ലാസ്. അപ്പോൾ അറേ ലിസ്റ്റ് ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊരു റീസൈസബിൾ അറേ ആണ്, വിച്ച് ഇംപ്ലിമെൻറ്റ്സ് എ ലിസ്റ്റ് ഇൻ്റർഫേസ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് ടു പെർഫോം ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഓൺ അറേ ലിസ്റ്റ്. ഏതൊക്കെ മെത്തേഡ്, ആഡ്, ഗെറ്റ്, സെറ്റ്, റിമൂവ്. ആദ്യം അതിന് വേണ്ടിയിട്ട് അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സിൻടാക്സ് എന്താണ്, അറേ ലിസ്റ്റ്, ദെൻ ടൈപ്പ്, ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ, ക്യാരക്ടർ ആണ് ക്യാർ. അപ്പം അറേ ലിസ്റ്റ്, ദെൻ ഡേറ്റ ടൈപ്പ്, ദെൻ array list is equal to new array list.
ഇങ്ങനെയാണ് നമ്മുടെ സിൻടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം അത് ഏത് പാക്കേജിലാണ്? java.util സോ util.star കൊടുത്തു, ഒരു അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അറേയിൽ നമ്മൾ നോർമലി എങ്ങനെ കൊടുക്കുന്നത്? ഇൻറ്റ് a of 10 എന്നൊക്കെ അല്ലേ കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? അറേ ലിസ്റ്റ് എന്ന് കൊടുക്കുക, ദെൻ അറേ ലിസ്റ്റ് എന്ന് കൊടുത്തിട്ട് ദെൻ ഏതാണ് ടൈപ്പ് എന്നുള്ള ഇവിടെ കൊടുക്കുക, ദെൻ അതിൻ്റെ പേര് കൊടുക്കുക. അതാണ് ഇവിടെ എ എന്ന് പറയുന്നത്. ഓക്കെ, പേര് കൊടുക്കുക ഇസ് ഈക്വൽ ടു ന്യൂ അറേ ലിസ്റ്റ്. ഇങ്ങനെ തന്നെ കൊടുക്കുക, ആംഗിൾ ബ്രാക്കറ്റ്. ഓക്കെ, ദെൻ ആഡ് എലമെൻറ്റ്സ് ടു അറേ ലിസ്റ്റ്. എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ, ഒരു അറേ ലിസ്റ്റിൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? ആഡ്. അത് ആഡ് ഓഫ് 0. അതായത് ഫസ്റ്റ് അറേ എലമെൻറ്റ് 0, സെക്കൻഡ് അറേ എലമെൻറ്റ് 2. ഇത് നമുക്ക് അറേ എലമെൻറ്റ് അത് ഇങ്ങനെ വരും അല്ലേ? 0, 2, 6, 8, 10. ഓക്കെ, അങ്ങനെ ഞാൻ അറേ എലമെൻറ്റ്സിലോട്ട് ആഡ് ചെയ്തു. ഇനി എന്താണ്? ജസ്റ്റ് പ്ലസ് എ എന്ന് തന്നെ കൊടുക്കുമ്പോഴത്തേക്കും എന്ത് വരും? അറേ ലിസ്റ്റ് തന്നെ ഇങ്ങനെ പ്രിൻ്റായി വരും. ഓക്കെ, പ്ലസ് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രിൻ്റായി വരും. അടുത്ത a.add of 2,4 എന്ന് കൊടുത്തു ഞാൻ. 2,4 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 0, 1, 2, 3, 4. 2,4 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഞാൻ 2,4 എന്ന് വരുമ്പോഴത്തേക്കും എന്താ വരുന്നത്? ഇവിടെ ഡിഫറൻസ് എന്താ വരുന്നത്? 2ൻ്റെ പൊസിഷൻ, അത് 2ൻ്റെ പൊസിഷനിൽ എന്താക്കി മാറ്റാൻ പറഞ്ഞു? 4 ആക്കി മാറ്റാൻ പറഞ്ഞു. 2ൻ്റെ പൊസിഷൻ എന്താക്കി മാറ്റാൻ പറഞ്ഞു? 4 ആക്കി മാറ്റാം. സോ നമുക്ക് എന്ത് വരും? 0, 1, 4, 0, 2, then 4 അല്ലേ? 4, then 8, 10. ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അറേ ലിസ്റ്റാണ് ഇവിടെ 0, 2, 4, 6, 8, 10. അതായത് സെക്കൻഡ് പൊസിഷനിൽ ഇവിടെ എന്ത് 4 വന്നു, ദെൻ ഇവിടെ 6 വരും. സോ 0, 2, 4, 6, 8, 10. സെക്കൻഡ് പൊസിഷനിലാണ് ഇവിടെ 4 ആഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഇവിടെ എന്ത് വന്നു? വരും. ഇത് തേർഡ് പൊസിഷൻ വന്നു, 4 വന്നു, 5. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊന്ന് പുതിയത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ അറേയുടെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് എനിക്കിപ്പം ഞാൻ ആദ്യം ഒരു 5 എലമെൻറ്റുള്ള അറേയാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടെ ആഡ് ചെയ്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റീസൈസബിൾ ചെയ്തു അല്ലേ? ഓട്ടോമാറ്റിക്കലി അത് എന്തായി മാറി? 6 സൈസ് അറേയായിട്ട് മാറി. ഇനി അതാണ് ആഡ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഇനി ഗെറ്റ് ഇൻറ്റ് a.get of 3. ഗെറ്റ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് പൊസിഷനിൽ ഇപ്പോൾ ഇരിക്കുന്ന എലമെൻറ്റ് ഏതാണ്? തേർഡ് പൊസിഷനിലിരിക്കുന്നത്. ഇപ്പോൾ തേർഡ് പൊസിഷനിലിരിക്കുന്ന ആരാണ്? ഈ 3 അല്ലേ? അതുകൊണ്ടാണ് അത് തേർഡ് പൊസിഷനിലിരിക്കുന്ന ഇപ്പോൾ ആരാണ്? തേർഡ് പൊസിഷനിലിരിക്കുന്ന ആരാണ്? 6 അല്ലേ? അതാണ് ഇവിടെ എന്ത് പ്രിൻ്റ് ചെയ്തത്? 6 എന്ന് പ്രിൻ്റ് ചെയ്തത്. ഇനി സെറ്റ് 3,12. തേർഡ് പൊസിഷനിൽ എന്തായിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു? 12. ഇപ്പോൾ തേർഡ് പൊസിഷനിൽ എന്താണ് കിടക്കുന്നത്? തേർഡ് പൊസിഷനിൽ എന്താണ് കിടക്കുന്നത്? 6 ആണ് കിടക്കുന്നത് അല്ലേ? 6 ആണ് കിടക്കുന്നത്. ഈ ഒരു തേർഡ് പൊസിഷനിൽ ഇപ്പോൾ എന്താക്കാൻ പറഞ്ഞു? സെറ്റ് ചെയ്യാൻ പറഞ്ഞു. സെറ്റ് ചെയ്ത് ഇവിടെ എന്താക്കാൻ പറഞ്ഞു? 12 ആക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് വരും? 12 വരും. അപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അറേ എന്ത് വരും? 0, 2, 4, 12, then 8, 10. അപ്പോൾ അതാണ് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അറേ. 0, 2, 4, 12, 8, 10. ഓക്കെ, ഇനി എന്ത് പറഞ്ഞു? 3നെ റിമൂവ് ചെയ്യാൻ പറഞ്ഞു. 3നെ റിമൂവ് ചെയ്യാൻ പറഞ്ഞു. 3നെ റിമൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തേർഡ് പൊസിഷൻ ഏതാണ്? ഇത് 0, 1, 2, 3, 4. അപ്പോൾ തേർഡ് പൊസിഷൻ ഏതാണ്? 12. അപ്പം ഈ 12നെ റിമൂവ് ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്ഡേറ്റഡ് ലിസ്റ്റ് എത്ര വരും? 0, 2, 4, 8, 10. ഓക്കെ, ഇങ്ങനെയാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എസ്സേ പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മെത്തേഡിൻ്റെ യൂസേജും എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും കാണിക്കണം. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ സബ് പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ. ഈ ഒരു മെത്തേഡ് ത്രോ ചെയ്യുന്ന എക്സെപ്ഷൻ എന്താണ്? അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ.
ഓക്കെ, അത് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. ദാറ്റ് മീൻസ് ഞാനിപ്പം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇപ്പം ഞാൻ എ ഡോട്ട് റിമൂവ് ഓഫ് 3 എന്ന് കൊടുത്തപ്പോൾ ഇവിടെ തേർഡ് പൊസിഷനിലുള്ള എലമെൻറ്റ് ഞാൻ കൊടുത്തു. ഇപ്പോൾ സപ്പോസ് ഞാൻ എ ഡോട്ട് റിമൂവ് ഓഫ് 6 കൊടുക്കുകയാണെങ്കിൽ എന്തായാലും എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ കാണും. നമുക്ക് 0 to 5th വരെയുള്ള പൊസിഷൻ വരലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എക്സെപ്ഷനാണ് നമ്മൾ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. ഓക്കെ.